നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നീ ഇങ്ങനെ എന്നോട് അകലം കാണിക്കുന്നതാണ് എനിക്കതിലും വിഷമം. നിന്റെ ഭാര്യയായി നീ എന്നെ അംഗീകരിച്ച്, എന്റെ ഭർത്താവായി നിന്നെ അച്ഛൻ അംഗീകരിച്ച്, സന്തോഷത്തോടെ നിങ്ങൾ എല്ലാവരുടെയും കൂടെയുള്ളൊരു ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നത്. അച്ഛനെതിരെ അവൻ എന്തെങ്കിലും ചെയ്യും. രാജു ചേട്ടന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ദീപകിന്റെ ഈ വളഞ്ഞ ബുദ്ധി ഒന്നും നടക്കില്ലായിരുന്നു. ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാതിരിക്കില്ല. ഇവിടുത്തെ കാര്യങ്ങളൊന്നും ഓർത്ത് ഋതുമോള് വിഷമിക്കണ്ട. ഇപ്പൊ പഴയതുപോലെന്നല്ല, പുതിയ ജീവിതത്തിലേക്കാ നിങ്ങൾ രണ്ടുപേരും കടന്നിരിക്കുന്നത്. മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് മാത്രം ഇപ്പൊ ചിന്തിച്ചാ മതി. ഋതുമോളുടെ ജീവിതം ഇപ്പൊ രാജുവിന്റെ കയ്യിലാണെന്നുള്ളതാ എന്റെ ആശ്വാസം. രാജുവിന്റെ ഒപ്പം ഋതുമോള് സന്തോഷവതിയായിരിക്കുമെന്ന് എനിക്കറിയാം. എങ്കിൽ ഞങ്ങൾ ഇറങ്ങട്ടെ മാഡം. ശരി രാജു. ചെറിയമ്മേ, സമയം കിട്ടുമ്പോ അപ്പൂനെയും കൂട്ടി അവിടേക്ക് ഇറങ്ങണം. ശരി മോളെ, പോയിട്ട് വരാം. സൂക്ഷിച്ചു പോണേ. എടി പുറത്തു പോകാണ്ട് നേരത്തടി. രാധ അവരെത്തിട്ടോ. ആ വരുന്നു. ആഹാ, എത്തിയോ രണ്ടാളും? വാ. ചേച്ചി എന്താ ഇത്? എന്തിനാ ചേച്ചി കരയുന്നത്? കൃതിക മേഡം എന്നോട് ക്ഷമിക്കണം. പ്രായത്തിൽ ഇളയതാണെന്നോ എന്റെ അനിയനെ വിശ്വസിച്ചിറങ്ങിയ കുട്ടിയാണെന്നോ ഒന്നും ഓർക്കാതെ ഒരുപാട് ഞാൻ വിഷമിപ്പിച്ചു. പക്ഷെ എനിക്കൊരു പ്രശ്നം ഉണ്ടായപ്പോ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ വലിയൊരു തെറ്റ് കൃതിക മേഡം ക്ഷമിച്ചു. എന്റെ ഭർത്താവ് പോലീസിന്റെ പിടിയിലാവുമായിരുന്നു. അവിടെ മേഡം ഞങ്ങളെ രക്ഷപ്പെടുത്തി. നന്ദി വാക്കുകളിലൊന്നും തീരില്ലെന്ന് എനിക്കറിയാം. ഈ ജീവിതകാലം മുഴുവൻ ഞാൻ കൃതിക മേഡത്തോട് കടപ്പെട്ടവളായിരിക്കും. എന്താ ചേച്ചി ഇത്? ചേച്ചി ഇപ്പോഴും എന്നെ അനിയത്തിയായിട്ടല്ല കാണുന്നത്. അതല്ലേ എന്നെ ഇപ്പോഴും ഋതിക മേഡം എന്ന് വിളിക്കുന്നത്. രാജുവിന്റെ കുടുംബം എന്റെ കുടുംബമാണ്. രാജുവിന്റെ ചേച്ചി എന്റെ ചേച്ചിയാ. ഞാൻ ചേച്ചിയുടെ അനിയത്തി. നമ്മുടെ വീട്ടിൽ വെച്ചുണ്ടാകുന്ന പ്രശ്നങ്ങള് നമ്മളെ തന്നെ പരിഹരിച്ച് അത് നമുക്കിടയിൽ തീരുന്നതല്ലേ നല്ലത്. ഞാൻ അത്രേ ചിന്തിച്ചുള്ളൂ. ചേച്ചി വാ. അവിടെ പ്രിയം കയ്യിലെടുത്തു. ഋതിക മാഡം, താങ്ക്സ്. കൊള്ളാം, രാജൻ തുടങ്ങിയല്ലേ? പിന്നെ ഞാൻ എന്താ മാഡത്തോട് പറയേണ്ടത്? മനസ്സില് മറ്റൊരു ഉദ്ദേശത്തോടു കൂടിയല്ല, സ്നേഹത്തോടെ മാത്രമാണ് അളിയനോട് മാഡം ക്ഷമിച്ചെന്ന് എനിക്കറിയാം.
ചേച്ചിക്കും ഒരുപാട് സന്തോഷായി. മാഡം നോക്കിക്കോ, ഇനി ചേച്ചി മാഡത്തിന്റെ സൈഡായിരിക്കും. ആണോ? എന്നിട്ടെന്താ, ചേച്ചി മാഡത്തിന് സപ്പോർട്ടായിരിക്കും. ചേച്ചി അപ്പൊ എന്നെ നാത്തൂനായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞു അല്ലേ രാജു? ആ, ദൈവമേ, ഞാൻ പറഞ്ഞതിന് അങ്ങനൊരു അർത്ഥം ഇല്ല. പക്ഷെ അതല്ലേ സത്യം. ആ, അതെ, അത് ശരിയാണല്ലോ. രാധമ്മയും അങ്കിളും പ്രിയ ചേച്ചിയും എനിക്ക് സപ്പോർട്ടായ സ്ഥിതിക്ക് ഇനി ശ്രീ കൂടി എന്റെ സൈഡായ പിന്നെ ആരെന്ത് പറഞ്ഞാലും ഞാനാ ഈ വീട്ടിലെ മരുമകള്. ഋതിക മാഡം ചതിക്കല്ലേ. എന്റെ മാനസിക ബുദ്ധിമുട്ട് ഋതിക മാഡത്തിന് അറിയാലോ. വർമ്മ സാറിന് എന്നോടുള്ള വെറുപ്പ് മാറുന്ന നിമിഷേ എന്റെ ശ്വാസം നേരെ വീഴു. ഇലക്ഷൻ വരിക. ഇത്തവണത്തെ ഇലക്ഷൻ വർക്കിന്റെ നേതൃത്വമാണെങ്കിൽ ആ ദീപകിനും. ആലോചിച്ചിട്ടാണെങ്കിൽ എനിക്കൊരു സമാധാനവുമില്ല. എത്രയും പെട്ടെന്ന് ഈ കല്യാണ കഥ നമുക്ക് അവസാനിപ്പിക്കണം. മോനെ രാജു. ആ, ശരി മാഡം. അച്ഛനെ കുറിച്ച് ഓർത്ത് എനിക്ക് വിഷമമുണ്ട് രാജു. പക്ഷെ എന്റെ പ്രണയം മനസ്സിലാക്കിയിട്ടും നീ ഇങ്ങനെ എന്നോട് അകലം കാണിക്കുന്നതാണ് എനിക്കതിലും വിഷമം. നിന്റെ ഭാര്യയായി നീ എന്നെ അംഗീകരിച്ച്, എന്റെ ഭർത്താവായി നിന്നെ അച്ഛൻ അംഗീകരിച്ച് സന്തോഷത്തോടെ നിങ്ങൾ എല്ലാവരുടെയും കൂടെയുള്ളൊരു ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നത്. വാ ഇങ്ങോട്ട്. വീട് രമ്യേ, എന്താ എന്താ നിനക്ക് വേണ്ടേ? നീ എന്തിനാ എന്നെ പിടിച്ചു വലിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നേ? എന്താ പ്രിയച്ചിയുടെ പെരുമാറ്റത്തില് ആകെ ഒരു മാറ്റം? എന്ത് മാറ്റം? അവളോട് നന്ദി പറഞ്ഞ് ചക്കരയിൽ ഈച്ച ഒട്ടുന്ന പോലെ കേറി ഒട്ടുന്ന കണ്ടല്ലോ. എന്താ പ്രിയച്ചിയുടെ ഉദ്ദേശം? അവളുടെ അഭിനയത്തിലും ആയാലും പ്രിയച്ചി വീഴുമെന്ന് ഞാൻ കരുതിയില്ല. രമ്യക്ക് എന്നോടൊന്നും തോന്നരുത്. എന്റെ ഭർത്താവിനോടും എന്നോടും ക്ഷമിക്കാൻ വിശാലത കാണിച്ച ഋതികയുടെ മനസ്സ് എനിക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല. അത് ശരി. ആയുഷ് വയ്യാതെ ആശുപത്രി കിടന്നപ്പോഴും പ്രിയ ചേച്ചിക്ക് പല പല ആവശ്യങ്ങൾ വന്നപ്പോഴേ എന്തിന് ശ്രീയുമായുള്ള ഹരീഷിന്റെ വിവാഹം മുടങ്ങി എന്റെ അമ്മ നിങ്ങളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ തുടങ്ങിയപ്പോഴേ ഋതികയല്ല ഈ രമ്യ നിങ്ങളെ സഹായിച്ചേ. പ്രിയ ചേച്ചി ഇങ്ങനെ ഒരു അവസരവാദിയാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. രമ്യ, നീ ഉപകാരങ്ങളൊന്നും എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടി ചെയ്തു തന്നിട്ടില്ലെന്ന് ഞാൻ പറയില്ല. നീ ചെയ്തു തന്നതിനോടൊക്കെയുള്ള നന്ദിയും കടപ്പാടും എന്നും എനിക്കും എന്റെ കുടുംബത്തിനും നിന്നോടുണ്ട്. നീ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തതെല്ലാം രാജുവിനോടുള്ള സ്നേഹം കൊണ്ടല്ലേ? രാജുവിനോട് നിനക്കുള്ളതുപോലെയുള്ള സ്നേഹം തന്നെയാ എനിക്ക് എന്റെ ഭർത്താവിനോടും ഉള്ളത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.